വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു മാംഗോ പുഡിങ്ങിൻ്റെ റെസിപ്പി നോക്കാം. ഇതിനു മുമ്പ് ഞാൻ മാംഗോ പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മുടെ ഷോർട്സിലുണ്ടാവും കേട്ടോ അതിൻ്റെ വീഡിയോ. ഇത് അതിനേക്കാൾ കുറച്ചും കൂടി ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് നല്ല പഴുത്ത 2 മാമ്പഴം എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കട്ട് ചെയ്തിട്ട് അതിനകത്തുള്ള പൾപ്പ് വേർതിരിച്ചെടുക്കാം. ഇതിൽ ജലാറ്റിനോ ചൈന ഗ്രാസോ ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ക്രീമി പുഡിങ്ങാണ്. ജലാറ്റിനൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്ന പോലെ ഒരു ജെല്ലി കൺസിസ്റ്റൻസി അല്ല ഇതിനുണ്ടാവുക. എന്നാലും നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. ഇപ്പോൾ പഴുത്ത മാങ്ങയുടെ സീസണൊക്കെ അല്ലേ, അപ്പോൾ ഈ ചൂടത്ത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി കൂടിയാണ്. അപ്പോൾ നമ്മൾ മാംഗോസിൻ്റെ പൾപ്പെല്ലാം മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പാലും കൂടി ചേർത്തിട്ട് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 പിഞ്ച് ഉപ്പ് കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാം. കട്ടകളൊന്നുമില്ലാതെ അരച്ചെടുത്ത മിക്സ് നമുക്ക് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ചൂടാവുന്ന വരെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടേസ്റ്റിനും അതുപോലെ കുറച്ചും കൂടി കളർ കിട്ടാനും വേണ്ടിയിട്ട് ഒരു 3 തുള്ളി മിൽക്ക് മിക്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബദാമിൻ്റെ മിൽക്ക് മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. എൻ്റെ കയ്യിൽ മാംഗോയുടെ ഇല്ലായിരുന്നു. മാംഗോയുടെയോ ബദാമിൻ്റെയോ ഏതായാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് കോൺഫ്ലോറും 1/4 കപ്പ് പാല് കൂടി ഒഴിച്ചിട്ട് കട്ടകളില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മിക്സ് പുഡിംഗ് മിക്സ്ചറിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ്സൊക്കെ കുക്ക് ചെയ്താൽ മതിയാവും. അടുക്ക് പിടിക്കാതെ ശ്രദ്ധിക്കണം, നന്നായിട്ട് തുടർച്ചയായിട്ട് ഇളക്കണം. അപ്പോൾ നമുക്കിതുപോലെ നല്ല തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. ഇതുപോലെ ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് ചൂടാറാനായിട്ട് വയ്ക്കാം. ചെറുതായിട്ടൊന്ന് ചൂടാറിയ ശേഷം മോൾഡിലേക്ക് ഒഴിക്കാം. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ ഇതൊന്ന് സെറ്റ് ആവുന്ന ടൈം അതുവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം. സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡിമോൾഡ് ചെയ്യാം. സിമ്പിളാണ്, മറിച്ചിട്ടിട്ട് 1-2 തട്ട് കൊടുത്താൽ മതി, അപ്പോൾ തന്നെ ഇളകി വന്നോളും. നല്ല ഒരു അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ എടുക്കുമ്പോൾ സൂക്ഷിക്കണം, നമ്മൾ ജലാറ്റിനോ അഗറോ ഒന്നും ചേർക്കാത്ത കാരണം പൊട്ടിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യണേ.